നമ്മുടെ ഫ്രണ്ടും നമ്മുടെ അയൽക്കാരും എല്ലാം ആണ് കേട്ടോ. നമ്മളെ യാത്രയൊക്കെ വന്നെയാണ് നൗഷർക്ക സജില. കഴിയിപ്പിക്കരുത്. ഹായ് ഹലോ, നമ്മുടെ പാക്കിങ്ങിൻ്റെ അതായത് ബഹ്റൈനിലോട്ട് പോകുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് പാക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ 8:45 കേട്ടോ. അപ്പം ഇനി എന്നാ പോയിട്ട് വന്നിട്ട് ഉപ്പാനെയും ഉമ്മാനെയൊക്കെ കൂട്ടി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു രാത്രിയിലത്തേക്ക് ഓൾറെഡി ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട്, പാപ്പാക്കാണെങ്കിലുണ്ടല്ലോ ഈ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒറ്റയ്ക്ക് അങ്ങനെ പോയി കഴിക്കത്തില്ല, മക്കൾ വാങ്ങിച്ച് കുടിക്കുമ്പോൾ കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം 12 മണിക്കല്ലേ പോകേണ്ടത്. അപ്പം ടൈമുണ്ട്, ഇപ്പോൾ 9 മണിയല്ലേ ആയുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എല്ലാവരുമായിട്ട്. ഇനി ഇൻഷാ അല്ലാ 2 വർഷം കഴിഞ്ഞ്, ഞങ്ങൾക്ക് ഒരു വർഷത്തിലൊന്നും അങ്ങനെ വരാൻ പറ്റത്തില്ല കേട്ടോ, 2 വർഷം കഴിയണം. അപ്പം തിരിച്ചു പോകുമ്പോൾ ഓർമ്മിക്കാൻ കുറേ ഓർമ്മകൾ. ഇങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും ഇതിൽ തന്നെ ഇങ്ങനെ കിടക്കുമല്ലോ, നമുക്കിത് കാണാനും എടുക്കാനും ഒക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്, അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഞങ്ങളങ്ങനെ വണ്ടിയിലോട്ട് കയറുവാണ് കേട്ടോ. ഷെഫിയെ, ഉമ്മോ, ഫാത്തിമോ എല്ലാവരും കയറൂ. അങ്ങനെ നമ്മുടെ വീടിനടുത്തുള്ളൊരു തട്ടുകടയിലാണ് ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ. അവിടുന്ന് ദോശയും സാമ്പാറും ചമ്മന്തിയും അതുപോലെ പൊറോട്ടയും എല്ലുകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇവിടെ ഫുഡ് കഴിക്കാൻ പോകും. കാരണം വീടിന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, അടുത്ത് തന്നെയാണ്. തട്ടുകടയിലെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ. രാത്രിയിലത്തേക്ക് കഴിക്കാൻ ഓൾറെഡി ഫുഡ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു ഇനിയിപ്പം എത്ര നാൾ കാത്തിരിക്കണം ഉമ്മയും ഉപ്പയായിട്ടൊക്കെ പോയി ഫുഡ് കഴിക്കാനൊക്കെ. എനിക്കാണെങ്കിൽ പിന്നെ അവരെയും കൊണ്ട് എല്ലായിടത്തും പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ കൂടെ വരുന്നതൊന്നും ഇഷ്ടമല്ല, പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും പൊക്കി എടുത്തുകൊണ്ട് പോകും. എനിക്കാണെങ്കിൽ 2 പേരെ എപ്പോഴും കൂടെ കൊണ്ടുപോകണം. അങ്ങനെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫലൂദ കുടിക്കാനാണ് പോയത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉപ്പാക്കാണെങ്കിൽ ഫലൂദ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോകുമ്പോഴെല്ലാം ഉപ്പയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു ഫലൂദയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കുടിച്ച് അപ്പോൾ തന്നെ ഓൾറെഡി 11 മണിയായി കേട്ടോ. കാരണം 12 മണിക്കാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. പിന്നെ ഓൾറെഡി ഫ്രഷ് ആയതാണ്, ഇനിയിപ്പോൾ ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാനാണെങ്കിൽ ഇന്നോവ പറ്റൂല, അതുകൊണ്ട് നമ്മുടെ കസിൻ തന്നെ ഉണ്ട്. അപ്പം കസിനോട് ട്രാവലർ കൊണ്ടുവരാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പം കസിനൊരു 11:45 ആകുമ്പോഴത്തേന് ട്രാവലർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിൽ വന്നു കേട്ടോ. ഇനി നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 10:45 കേട്ടോ. 11:45 ആകുമ്പോഴേ വണ്ടി വരുത്തോളൂ. അപ്പോൾ 1 മണിക്കൂറുണ്ട്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ പോകാൻ നേരം ആകുമ്പോഴത്തേന് കാണാവേ. നമ്മുടെ ഫ്രണ്ടും നമ്മുടെ അയൽക്കാരും എല്ലാം ആണ് കേട്ടോ. നമ്മളെ യാത്രയൊക്കെ വന്നെയാണ് നൗഷർക്ക സജില. ഇവരെ പിന്നെ നിങ്ങൾ കാണുമല്ലോ, ഞാൻ വന്ന വീഡിയോയിലെല്ലാം ഉണ്ടായിരുന്നല്ലോ. പിന്നെ യാത്രയൊക്കെ വന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പോകാനുള്ള ടൈമായി കേട്ടോ. 11:45 നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വന്ന ടൈമിലാണെങ്കിൽ ലഗേജ് നമുക്ക് നേരത്തെ കൊണ്ടിടായിരുന്നു കേട്ടോ, തലേനെ കൊണ്ടിടാം. അപ്പം വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് നോക്കാമായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മൾ പോകുന്ന അന്നേ നമുക്ക് ഈ ഒരു ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാത്തിലും 1ഉം 2ഉം ഒക്കെ kg വെച്ച് കൂടുതലാണ്. അതിൻ്റെ ഒരു ഭയങ്കര ടെൻഷനുണ്ട്, എന്താവും എന്തോന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമുക്ക് ഗൾഫ് എയർ ആണ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാർട്ടൂൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ 8 പെർ പേഴ്സൺ ആണെങ്കിൽ 2 സൂട്ട് കേസ് വെച്ചാണ് കേട്ടോ. ഒരു സൂട്ട് കേസിൽ 23 kg വെച്ച് 2 സൂട്ട് കേസും ഒരു ഹാൻഡ് ബാഗും ആണ് കേട്ടോ. കയ്യിൽ നമുക്ക് 6 കിലോയും കൊണ്ടുപോകാം, പിന്നെ 46 അങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് 8 സൂട്ട് കേസ് വലുതും പിന്നെ കയ്യിൽ കൊണ്ടുപോകുന്ന ബാഗും. അങ്ങനെ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വണ്ടിയിലോട്ട് കയറുവാണ് കേട്ടോ. കഴിഞ്ഞ തവണ പോയത് ഇന്നോവയിലായിരുന്നു. കഴിഞ്ഞ തവണ 2 ലഗേജ് കുറവായിരുന്നു കേട്ടോ, 2 പെട്ടി കുറവായിരുന്നു. കാരണം അബ്ദുള്ളയ്ക്ക് കഴിഞ്ഞ തവണ ലഗേജ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ തവണ ചെറിയ കുട്ടിയായിരുന്നല്ലോ, ഇത്തവണ വലിയ ബിഗ് ബോയ് ആയതുകൊണ്ട് അവനിക്ക് 2 കാർട്ടൂണും ഉണ്ട്, 2 സൂട്ട് കേസും ഉണ്ട്, ഹാൻഡ് ബാഗും ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂടി ഇന്നോവയിൽ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ട്രാവലർ എടുത്തത്. പിന്നെ കഴിഞ്ഞ തവണ ഉമ്മ വന്നില്ലായിരുന്നു, ഉമ്മയും ഫാത്തിയൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ
എല്ലാവർക്കും കൂടി വരണമെന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയ വണ്ടിയിൽ എല്ലാം കൂടി പറ്റില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. വണ്ടി വെച്ച് കാറിൽ വെച്ച് വാപ്പ ഭയങ്കരമായിട്ടും എന്തൊക്കെയോ പറയുവാണ്. പിന്നെ ഇനി എന്നാ കാണുന്നത്, വാപ്പാക്ക് 2 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു ഇതാണ് കേട്ടോ. ഈ ഒരു അടുത്ത ജൂണിലാണ് ഈ സ്കൂൾ അടവിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ നാട്ടിലുള്ളവർക്കത് ഭയങ്കര ഒരു ലോങ് ആയിട്ട് തോന്നും. നമുക്കാണെങ്കിൽ 2 സ്കൂൾ അവധി ആകുമ്പോഴത്തേന് നാട്ടിലോട്ട് പോകാറുള്ള ഇതായി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് വാപ്പായോട് ഉപ്പയോട് ഓരോന്ന് പറയുവാണ്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്താറായി കേട്ടോ. എയർപോർട്ടിലെത്തി കേട്ടോ. വണ്ടി കിടന്ന് എല്ലാവരും നന്നായിട്ട് തുടങ്ങി. 2.5 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ. നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അബ്ദുള്ള അതെ ഇപ്പോഴും നല്ല ഉറക്കമാണ്. അബ്ദുള്ള ഇനിയിപ്പോൾ ഉണർത്തണം, കാരണം എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലഗേജ് മോനെ എടുക്കട്ടെ. അങ്ങനെ നമ്മൾ 2:30 മണിക്കാണ് അവിടെ എത്തിയത് കേട്ടോ. 6 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്, കാരണം ഓഗസ്റ്റ് 15 ഒരു തിരക്കൊക്കെ കാണുമല്ലോ. അങ്ങനെ നമ്മൾ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ യാത്ര പറഞ്ഞ് അകത്തോട്ട് കയറുവാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു. എപ്പോഴും ആകെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കുറേ മെമ്മറീസുകളുണ്ടല്ലോ, ആ പ്രവാസ ജീവിതത്തിലോട്ട് വരുമ്പോൾ വീണ്ടും വീണ്ടും ഓർക്കാൻ ഈ ഒരു വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കഴിഞ്ഞ തവണ എനിക്ക് ഈ ഒരു വന്ന ടൈമിലൊന്നും യൂട്യൂബും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇൻസ്റ്റയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം ഞാൻ ഇങ്ങനത്തുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴാണെങ്കിൽ നമ്മുടെ ആ കൗണ്ടർ തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. 3:30 മണിയാവുമെന്ന് പറഞ്ഞ് കൗണ്ടർ തുറക്കാൻ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അബ്ദുള്ളയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവനെ എങ്ങനെയെങ്കിലും ഉണർത്തി, കാരണം ഇത്രയും ലഗേജും കൊണ്ട് നമുക്ക് അകത്തോട്ട് മോനുമായിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ബുദ്ധിമുട്ടാണ്, കാരണം ലഗേജ് കൂടുതലാണല്ലോ. അങ്ങനെ അവനെ ഉണർത്തിയിട്ട് പിന്നെ 3:30 മണിയായപ്പോൾ നമ്മുടെ കൗണ്ടർ തുറന്ന്. അപ്പോഴാണ് ഉമ്മാനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, കുഴപ്പമില്ല ഇനി വെയിറ്റ് ചെയ്യേണ്ട, പൊക്കോളാൻ പറഞ്ഞു. കാരണം നമ്മുടെ അവിടെ ഒരു സാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ പരിചയപ്പെട്ടപ്പം അവർ പറഞ്ഞ് ലഗേജ് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരിത് വന്നില്ല, കാരണം ഫാമിലിയെ കണ്ട ഉടനെ അവർ നമ്മൾ 1-2 kg ഒക്കെ കൂടുതലായിരുന്നു. അന്നേരം അവർ പറഞ്ഞ ഫാമിലീസ് അല്ലേ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കയറ്റി വിട്ട് കേട്ടോ. അതൊരു ഭയങ്കര ഹയറായി കേട്ടോ. അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അതിനുശേഷം നമ്മൾ മുകളിൽ വന്നപ്പോൾ അബ്ദുള്ളയ്ക്ക് ആണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ആ പകുതി ദോശയെ കഴിച്ചുള്ളായിരുന്നു. അങ്ങനെ അബ്ദുള്ളയ്ക്ക് ഫുഡ് വാങ്ങിച്ചു. ഷെഫി പിന്നെ ഒരു കോഫിയും വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. ഷെഫിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അവിടെ ഇരുന്നപ്പോഴും എന്തോ എനിക്കൊരു ഭയങ്കര സാഡ്നെസ് ആയിരുന്നു കേട്ടോ. കുറേ തിരിച്ചിവിടെ വരുമ്പോഴും ഒരാഴ്ച എടുക്കും ഒന്ന് ബാക്ക് ടു നോർമൽ ആവാൻ കേട്ടോ. ഭയങ്കര ടെൻഷനുമാണ്. എല്ലാവരും ചോദിക്കും ഫാമിലി ഇല്ലേ, എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് വരുമ്പോൾ. അങ്ങനെ 6 മണിയായി കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തോട്ട് കയറുവാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നിരുന്ന ആ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നില്ല 4 പേരുടെയും. അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, അതും ലഗേജിൻ്റെ കൂടെ വിടാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഒരു ബാഗ് മാത്രം ഷെവി കൈ പിടിച്ചിരുന്നു. അതിനകത്ത് ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ലഗേജിൽ വിട്ടിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി. അങ്ങനെ ഞാനും അപ്പൂസും അബ്ദുള്ളയും തൊട്ടടുത്ത സീറ്റിലായിരുന്നു കേട്ടോ. ഷെഫി ഒരു ഓപ്പോസിറ്റ് സൈഡിലുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇരുന്ന് പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫുഡ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഫുഡ് നമുക്ക് ഉപ്പുമാവായിരുന്നു കേട്ടോ. ഉപ്പുമാവും കടലക്കറിയുമായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ടൊന്നും ഫുഡിനൊന്നും അങ്ങനെ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബഹ്റൈൻ എയർപോർട്ട് എത്തി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ പിന്നെ ലഗേജ് സെക്ഷനിലോട്ടാണ് പോയത്. ലഗേജ് വരാൻ കുറച്ച് താമസിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ലഗേജിനായിട്ട് കുറച്ച് ടൈം നമ്മുടെ പോയി. അങ്ങനെ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ ഇനി റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പം ഓരോ പ്രവാസിയുടെയും മനസ്സിലാണ് ഉള്ള ഒരു ചിന്തയാണ്, ഇനി എന്നാണ് അടുത്ത നാട്ടിൽ പോകുന്നതെന്ന് കേട്ടോ. അങ്ങനെ ഇങ്ങനെ കലണ്ടറിൽ ഓരോ ദിവസം ഇങ്ങനെ കുറിച്ചിടും, അടുത്ത നാട്ടിൽ പോകുന്നത് എന്നാണെന്ന്. അതുപോലെയാണ് ഞാനും കേട്ടോ. ഓരോ ദിവസവും ഇനി കലണ്ടറിൽ എഴുതിയിടും, ഓരോ ദിവസവും ഇങ്ങനെ പോകുന്നതനുസരിച്ച്. അപ്പോൾ നമ്മൾ അങ്ങനെ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ ചെന്നാലും നമുക്കിനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് റെസ്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് മെഡിക്കലൊക്കെ ഉണ്ട്. മെഡിക്കൽ കഴിയാതെ നമുക്ക് ഡ്യൂട്ടിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പം മെഡിക്കലൊക്കെ കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. പിന്നെ ഞാനിവിടെ വന്നപ്പോഴും എൻ്റെ വോയിസ് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ചേഞ്ച് ആയിട്ടുണ്ട്, കോൾഡ് ആയി കേട്ടോ. അപ്പം ഇന്നലെ മെഡിക്കലിന് പോയി. അപ്പം റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം 2 ദിവസത്തിൽ ഡ്യൂട്ടിക്കൊക്കെ ഇറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.